പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ആഴ്ചയുടെ ആദ്യത്തെ തിങ്കളാഴ്ച കൃപയാൽ ആരോഗ്യത്തോടെ, ബലത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ഈ പകലായിരിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അതിരങ്ങളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. എത്ര പേർക്ക് ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ഭാരങ്ങളും വേദനകളും നിരാശകളും നിറഞ്ഞതായ ഭൂമിയിൽ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ഈ പകലായിരിക്കാൻ കൃപ ചെയ്ത കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. Thank you, Jesus. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ സ്വദേശത്ത്, വിദേശത്ത്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും ഇത് അനേകർക്ക് അനുഗ്രഹപ്രദമാകത്തക്ക നിലയിൽ പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും വരും ഈ സന്ദേശം ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രി ഈ ലൈവിൽ പങ്കുചേരുന്ന ഓരോ കുടുംബത്തെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നത് എന്നതല്ല, ആമേൻ, നിങ്ങളുടെ ഹൃദയത്തിൽ ആമേൻ യേശുക്രിസ്തുവിന് സ്ഥാനം നൽകാൻ നിങ്ങൾ തയ്യാറാണോ എന്നതാണ് പ്രധാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ ആയിരിക്കുന്നു എന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി ഒരു സാധാരണ ആമേൻ ലൈവ് ആമേൻ അല്ല. ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയും? ആമേൻ. ശൗലിനെ പൗലോസാക്കിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആമേൻ. അവൻ ഇന്നും മനുഷ്യരുടെ ജീവിതം മാറ്റുന്നു. ഹല്ലേലൂയ. ഇന്ന് നിരാശയോടെ വന്നവർ പ്രത്യാശയോടെ മടങ്ങട്ടെ. ഭാരമുള്ള ഹൃദയവുമായി വന്നവർ സമാധാനത്തോടെ മടങ്ങട്ടെ. ഹല്ലേലൂയ. അതേ പാപഭാരവുമായി വന്നവർ ക്ഷമയോടെ ആമേൻ അതേ സന്തോഷത്തോടെ ഹല്ലേലൂയ മടങ്ങട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ നമുക്ക് എല്ലാ ചിന്തകളും കർത്താവിന്റെ പാദങ്ങളിൽ വെച്ചിട്ട് ആമേൻ ഒരു മനസ്സോടെ ആമേൻ ഹല്ലേലൂയ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട് എല്ലാ തരങ്ങളും തുറന്ന് നന്ദിയോടെ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നാം കേൾക്കാൻ പോകുന്ന ഈ ഗാനം ആമേൻ ഒരു പാട്ട് കേൾക്കുന്നതിനേക്കാൾ ഉപരി ആമേൻ ഇതൊരു പ്രാർത്ഥനയാണ്, നമ്മുടെ ഹൃദയത്തിന്റെ സമർപ്പണമാണ്. ആരാധനയ്ക്ക് ശേഷം ദൈവം അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിലൂടെ നമ്മോട് സംസാരിക്കും. അതുകൊണ്ട് ഹൃദയം തുറക്കൂ, പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ അവസരം നൽകൂ. യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. എല്ലാ തരങ്ങളും തുറന്ന് പരിശുദ്ധാത്മാവേ എന്നെ നിറയ്ക്കണമേ, യേശുവേ എന്നെ മാറ്റിയിടണമേ, ഇരുളിൽ ഞാൻ നിന്നിടുമ്പോൾ വെളിച്ചമായി വന്നവനേ തകർന്ന് എന്നെ ചേർത്തിടുവാൻ കുരിശിൽ സ്നേഹം ചൊരിഞ്ഞവനെ, ശൗലിനെ പൗലോസാക്കിയ അതേ കൃപ എൻ്റെ മേൽ. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ കണ്ണുകൾ തുറന്നിടണേ, നിൻ തിരുമുഖം കണ്ടിടുവാൻ.
എൻ ഹൃദയം ശുദ്ധമാക്കി നിൻ വഴിയിൽ നടന്നിടുവാൻ. പരിശുദ്ധാത്മാവേ വരണമേ, എന്റെ ജീവിതം നിറച്ചിടണമേ. നിന്റെ വിശുദ്ധ അഗ്നി ജ്വലിക്കട്ടെ, ക്രിസ്തു എന്നിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ പ്രൈസ് ഗോഡ് ജീസസ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്നെ നിറയ്ക്കണേ, യേശുവേ എന്നെ മാറ്റിടണേ. ഇരുളിൽ ഞാൻ നടന്നിടുമ്പോൾ വെളിച്ചമായി വന്നവനേ, തകർന്നെന്നെ ചേർത്തിടുവാൻ കുരിശിൻ സ്നേഹം ചൊരിഞ്ഞവനേ, ശൗലിനെ പൗലോസാക്കിയേ അതേ കൃപയന്മേലുമേ. എൻ കണ്ണുകൾ തുറന്നിടണേ, നിൻ തിരുമുഖം കണ്ടിടുവാൻ. എൻ ഹൃദയം ശുദ്ധമാക്കി നിൻ വഴിയിൽ നടന്നിടുവാൻ. പരിശുദ്ധാത്മാവേ വരഗമേ, എൻ ജീവിതം നിറച്ചിടണമേ. നിൻ വിശുദ്ധാഗ്നി ജ്വലിക്കട്ടെ, ക്രിസ്തുവിൽ വെളിപ്പെടട്ടെ. Thank you, Jesus. Amen. Hallelujah. Praise the Lord. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇലക്ട്രിസിറ്റിയുടെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ആമേൻ. ഇപ്പോൾ കറണ്ട് ഇല്ല, അതുകൊണ്ട് ആമേൻ മിക്ക ആളുകൾക്കും ആമേൻ ഇതിൽ ജോയിൻ ചെയ്യുവാൻ കഴിയുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും ദൈവമായ കർത്താവ് നമുക്ക് നൽകിയ ക്രമീകരണങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 13/7/2026 തിങ്കളാഴ്ച ആമേൻ രാത്രി ആമേൻ 2026 194 ദിവസം ആമേൻ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ നടത്തിയ വിധങ്ങൾക്ക് ഒത്തവണ്ണം നന്ദിയുള്ളവരായി
ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കാൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഇന്ന് രാത്രി ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമ്മോട് കൃത്യമായി ഇടപെടും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ സന്ദേശം ആമേൻ അതെ മത തീവ്രതയിൽ നിന്ന് ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിനെ കണ്ടപ്പോൾ ജീവിതം മാറിയ ആമേൻ ഒരു ആമേൻ അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രി ചിന്തിപ്പാനായിട്ട് ഞാൻ പോകുന്നത്. അതിനാധാരമായി ആമേൻ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആമേൻ 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 22 വരെയുള്ള വേദഭാഗമാണ് ഹല്ലേലൂയ ചിന്തിക്കുന്നത്. അതിൽ പ്രാരംഭത്തിൽ നാം വായിക്കുന്നത് 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വേദഭാഗം വേഗത്തിൽ വായിച്ചാൽ കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരൂശലേമിൽ കൊണ്ടുവരാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് തന്നോട് പറയുന്ന ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെല്ലേണ്ടുന്നത് അവിടെ വച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത് പുരുഷന്മാർ ശബ്ദം കേട്ട് എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്തുനിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവെ ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ച് കർത്താവെ അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസൂസുകാരനായ ശൗൽ എന്ന പേരുള്ളവരെ അന്വേഷിക്കുക, അവൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നലെ നാം ആമേൻ കണ്ടത് ദൈവം ചിതറലിനെ ദൗത്യമായി മാറ്റുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ മറ്റൊരു അത്ഭുതത്തിലേക്ക് നയിക്കുന്നു. ആമേൻ. ദൈവം ഒരു മനുഷ്യനെ മാറ്റുമ്പോൾ ഒരു തലമുറയെ മാറ്റുവാൻ ആരംഭിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം ആമേൻ ഒരു മനുഷ്യന്റെ ആമേൻ അതേ കഥ മാത്രമല്ല, ചരിത്രം മാത്രമല്ല, അത് കൃപയുടെ ശക്തിയുടെ ചരിത്രം. ഹല്ലേലൂയ. ആമേൻ കാണുവാൻ കഴിയും. ആമേൻ. ഇവിടെ നാം കാണുന്നത് ശൗൽ എന്ന ആമേൻ യുവാവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ബുദ്ധിമാനായിരുന്നു, വേദപുസ്തകത്തിൽ അറിവുണ്ടായിരുന്നു, ആമേൻ മതകാര്യങ്ങളിൽ തീക്ഷ്ണതയുണ്ടായിരുന്നു. പക്ഷെ ഒരു വലിയ കുറവ് അവനുണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. അവൻ യേശു ക്രിസ്തുവിനെ അറിയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ മതത്തെക്കുറിച്ച് അവൻ അറിവുണ്ട്, മതത്തെക്കുറിച്ച് അവന് ഭക്തിയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതേ മതഭക്തി മാത്രം പോരാ. ഹല്ലേലൂയ. അവൻ ശൗൽ പ്രാർത്ഥിച്ചിരുന്നിരിക്കാം, അവൻ ഉപവസിച്ചിരുന്നിരിക്കാം, അവൻ ആലയത്തിൽ പോയിരുന്നിരിക്കാം, എന്നാൽ അവന്റെ ഹൃദയത്തിൽ ജീവനുള്ള ക്രിസ്തുവിന്റെ സ്ഥാനമുണ്ടായിരുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ഇന്നും ഇതേ അവസ്ഥ പലരുടെയും ജീവിതത്തിലുണ്ട്. ആമേൻ. സഭയിൽ പോകുന്നു, ഹല്ലേലൂയ, സമാനമായ പല ഇടങ്ങളിലും പോകുന്നു, ഹല്ലേലൂയ. ആമേൻ. പല
ആമേൻ സ്ഥലങ്ങളിലും ആമേൻ ഭക്തിയോടെ എന്ത് ചെയ്യാറുണ്ട്? പലരും പോകാറുണ്ട്. ഹല്ലേലൂയ. ആമേൻ വചനം കേൾക്കുന്നു, പാട്ടുകൾ പാടുന്നു, എന്നാൽ യേശുവുമായി വ്യക്തിപരമായി ബന്ധമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ വിശ്വാസം ആമേൻ ഒരു മതമല്ല. ആമേൻ അത് ജീവനുള്ള യേശു ക്രിസ്തുവുമായുള്ള ബന്ധമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ബന്ധം ഉള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നാളിതുവരെ ആ ബന്ധം ആമേൻ സ്ഥാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ആ ബന്ധത്തിലേക്ക് ചിലരെ ആമേൻ അത് കണക്ട് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ആമേൻ അത് ഇടയാക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അതെ, അവനെ അറിയാതെ ആമേൻ മതപരമായ ആമേൻ ബന്ധങ്ങൾ ഹല്ലേലൂയ മാത്രം ഉണ്ടായാൽ മനുഷ്യൻ മാറുകയില്ല. ആമേൻ. അവന്റെ സ്വഭാവം മാറുകയില്ല. ഹല്ലേലൂയ. ശൗൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് കരുതി ഹല്ലേലൂയ ഇതുപോലെ ആമേൻ ഇന്നും ആമേൻ ദൈവത്തിന് വേണ്ടി പലതും ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ, ഞാൻ ദൈവത്തിന്റെ വേല ചെയ്യുകയാണ്. ഹല്ലേലൂയ. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ ദൈവത്തിന്റെ ആമേൻ ജനത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളെ പീഡിപ്പിക്കുകയായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. നമ്മുടെ ഇഷ്ടത്തെ ദൈവഹിതമെന്ന് തെറ്റിദ്ധരിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ ദിവസവും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. കർത്താവേ, ഞാൻ എൻ്റെ ഇഷ്ടത്തിലാണോ നടക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അങ്ങയുടെ ഇഷ്ടത്തിലാണോ? ഹല്ലേലൂയ. ആമേൻ. ദമസ്കോസിലേക്കുള്ള വഴിയിലെ ആമേൻ ഒരു വെളിപ്പാട്. ഹല്ലേലൂയ. ആമേൻ. ശൗൽ ആമേൻ അധികാരപത്രവുമായി യാത്ര ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കയ്യിൽ അധികാരമുണ്ട്. ആമേൻ. അവന്റെ ഹൃദയത്തിൽ കോപമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പക്ഷെ വഴിമധ്യേ ഒരു പ്രകാശം. ആമേൻ. അത് ഭൂമിയിലെ വെളിച്ചമല്ല, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ മഹത്വമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അവന്റെ യാത്രയിൽ ഹല്ലേലൂയ ആമേൻ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ മഹത്വം. Hallelujah. Thank you, Lord Jesus. Amen. Hallelujah. Thank you, Jesus. Thank you, Lord Jesus. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Lord. Thank you, Jesus. Hallelujah. Glory to God, Jesus. Hallelujah. Praise Jesus. Amen. Hallelujah. Thank you, Jesus. Oh, നന്ദി കർത്താവേ. Praise the Lord. Hallelujah. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ മഹത്വമായിരുന്നു അവൻ നിലത്ത് വീഴുവാൻ കാരണമായത്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഒരു ശബ്ദം മുഴങ്ങി. ആമേൻ. ശൗലേ, ശൗലേ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തിന്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ആമേൻ. യേശു ചോദിച്ചില്ല. ആമേൻ. യേശു പറഞ്ഞില്ല നീ എന്റെ സഭയെ പീഡിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ശൗലേ, ശൗലേ, നീ എന്റെ സഭയെ പീഡിപ്പിക്കുന്നു എന്ന് യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞത് നീ എന്നെയാണ് പീഡിപ്പിക്കുന്നത്. ഇവിടെ ഒരു വലിയ ആത്മീയ സത്യമുണ്ട്. അവൻ ക്രിസ്തുവും അവന്റെ സഭയെ അവൻ അതേ വേർതിരിയാത്ത. ഹല്ലേലൂയ. നാം അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന്റെ ജനങ്ങളെയും സ്നേഹിക്കണം. ആമേൻ. ഹല്ലേലൂയ. ജീവിതത്തെ മാറ്റി മറിക്കുന്ന ഒരു ചോദ്യം ശൗൽ ചോദിച്ചു. കർത്താവേ, അങ്ങ് ആരാണ്? അതാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദൈവം നിങ്ങളോട് ചോദിക്കുന്നു, നീ എന്നെ ശരിക്കും അറിയുന്നുണ്ടോ? യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
അതോ യേശുവിനെ വ്യക്തിപരമായി അറിയാമോ? അറിവ് ഒരിക്കലും ആമേൻ ആരെയും രക്ഷിക്കുകയില്ല. ആമേൻ ക്രിസ്തുവാണ് ആമേൻ ഒരുവനെ രക്ഷിക്കുന്നത്. ഹല്ലേലൂയ. വെളിച്ചം വന്നപ്പോൾ ആമേൻ അന്ധനായി. ഹല്ലേലൂയ. ആമേൻ വിചിത്രമല്ലേ? ആമേൻ വെളിച്ചം വന്നപ്പോൾ ശൗലിന് കാഴ്ച നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? പഴയ കാഴ്ച അവസാനിക്കേണ്ടതുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവം അവന് പുതിയ ആത്മീയ കാഴ്ചകൾ നൽകുവാൻ പോകുകയായിരുന്നു. ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആമേൻ ചില കാര്യങ്ങൾ അടച്ചിടും. ഹല്ലേലൂയ. കാരണം അവൻ അതിലും വലിയൊരു വാതിൽ തുറക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹൃദയസ്പർശിയായ ഹല്ലേലൂയ ആമേൻ ജീവിതത്തെ ആമേൻ രൂപാന്തരപ്പെടുത്തുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി ആമേൻ നിന്റെ ജീവിത യാത്രയിൽ ആമേൻ ഇടപെടാറുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദമസ്കോസ് വഴി ഏതാണ്? ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ആമേൻ ഹല്ലേലൂയ എവിടെയോ ചില തടസ്സങ്ങൾ, യാത്രയ്ക്ക് ക്ലേശങ്ങൾ, ഹല്ലേലൂയ നിങ്ങളുടെ ആമേൻ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ എവിടെയോ എന്തോ നിർത്തിവെച്ചിട്ടുള്ള അവസ്ഥ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഒരു നിമിഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഹല്ലേലൂയ. ഒരുപക്ഷെ രോഗം ആയിരിക്കാം, ഒരുപക്ഷെ നഷ്ടമായിരിക്കാം, ഒരുപക്ഷെ പരാജയമായിരിക്കാം, ഒരുപക്ഷെ കണ്ണുനീരിന്റെ അനുഭവമായിരിക്കാം. ആമേൻ. ഇവയിലേതെങ്കിലും ഒന്നിലൂടെ അല്ലെങ്കിൽ ആമേൻ ഇതിലേതെങ്കിലും ഒരു അനുഭവങ്ങളിലൂടെ ഹല്ലേലൂയ യേശു നിങ്ങളെ വിളിക്കുന്നുണ്ടാകാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് അവന്റെ ശബ്ദം കേട്ടാൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഹല്ലേലൂയ. രോഗികളായിരിക്കുന്നവർ, കടഭാരത്തിലായിരിക്കുന്നവർ, ഏതൊക്കെയോ വിഷയത്തിനകത്ത് പരാജയത്തിൽ ആയിരിക്കുന്നവർ, ബിസിനസ് തുടങ്ങിയിട്ട് ആമേൻ പല സംരംഭങ്ങളും ആരംഭിച്ചിട്ട് പരാജയപ്പെട്ടവർ, വിവാഹം കഴിഞ്ഞിട്ട് കുടുംബജീവിതം പരാജയപ്പെട്ടിരിക്കുന്നവര്, ഹല്ലേലൂയ ഏതൊക്കെയോ വിഷയത്തിനകത്ത് ഭർത്താവിന്റെ, ഭാര്യയുടെ, മക്കളുടെ ആമേൻ കുടുംബത്തിന്റെ, ദേശത്തിന്റെ, ശുശ്രൂഷയുടെ ആമേൻ മുമ്പിൽ കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ ഹല്ലേലൂയ ആയിരിക്കുന്നവര് ശ്രദ്ധിക്കുക. ആമേൻ. ഇതിലേതെങ്കിലും ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആമേൻ അത് നിങ്ങളുടെ തകർച്ചയ്ക്കല്ല, അതിലൂടെ ഒരു ശബ്ദം ആമേൻ നിങ്ങൾ തിരിച്ചറിയുവാൻ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് പ്രിയരെ. ആമേൻ. അവരോട് പറയൂ, കർത്താവേ ഞാനിവിടെ ഉണ്ട്, എന്നെ മാറ്റണമേ, ഞാൻ അങ്ങേ അറിയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ ഹല്ലേലൂയ ഈ സത്യം തിരിച്ചറിയും? ഈ പ്രതികൂലം ആമേൻ, ഈ കണ്ണുനീര്, ഈ വേദന, ഈ തടസ്സം ഹല്ലേലൂയ ആമേൻ തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതേ ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 10 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവമക്കളെ, ദമസ്കോസിലേക്കുള്ള വഴിയിൽ ശൗൽ യേശുവിനെ കണ്ടു. ഹല്ലേലൂയ. പക്ഷേ ആ അനുഭവം അവിടെ അവസാനിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രക്ഷ എന്നത് ഒരനുഭവം മാത്രമല്ല, അതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം ആമേൻ അതെ കുറിക്കുവാൻ പരിശുദ്ധാത്മാവ് ആമേൻ ചിലരെ തൊടുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ശൗൽ അന്ധനായി ദമസ്കോസിൽ ആമേൻ ഒരു വീട്ടിലിരിക്കുകയാണ്. വായിച്ചാട്ട്. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ, കണ്ടോ, അനന്യാസ് എന്ന ഒരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ വിളിക്കുകയാണ്. അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ അടിയനിതാ എന്നവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവ്വേദി എന്ന് തിരിച്ചെന്ന്. കണ്ടോ, ആമേൻ. നമ്മോട് സംസാരിക്കുന്നവനാണ് കർത്താവ്. നമുക്ക് ആമേൻ ദർശനം നൽകുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ. നമുക്ക് മുൻപോട്ടുള്ള വഴി
കാണിക്കുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ. ഓ, ദമസ്കോസിൽ ഒരു വീട്ടിൽ ആമേൻ ഇരിക്കുകയാണ്. ആര്? ശൗൽ. എങ്ങനെ ഇരിക്കുന്നു? അന്ധനായിരിക്കുന്നു. ഹല്ലേലൂയ. ദമസ്കോസിലേക്കുള്ള യാത്ര മധ്യേ അവൻ ഒരു വെളിച്ചം അവനെ അടിച്ചപ്പോൾ, ഒരു വെളിച്ചം മിന്നിയപ്പോൾ അവന്റെ കണ്ണിന്റെ കാഴ്ച പോയി. അവന്റെ യാത്ര മുടങ്ങി. അവന് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ അവൻ ഒരു റൂമിനകത്തിരിക്കുകയാ. ഇന്ന് രാത്രി അതെ പുറപ്പെട്ടു പോകുവാൻ കഴിയാതെ ഹല്ലേലൂയ അതെ മുമ്പോട്ട് പോകുവാൻ കഴിയാതെ ആഗ്രഹമുണ്ടായിട്ട് ഇറങ്ങിത്തിരിച്ച ആ യാത്ര പൂർത്തീകരിക്കുവാൻ കഴിയാതെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ആ അവസ്ഥയിൽ ഇതാ ദൈവം അതെ മറ്റൊരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കുകയാണ്. അവന്റെ പേരെത്രേ? അനന്യാസ്. വായിച്ചാലും യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. കണ്ടോ? ഹല്ലേലൂയ. യൂദയുടെ വീട്ടിൽ അതെ ഒരുവൻ ഇരിപ്പുണ്ട്. അവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന്, അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞു. നോക്കണമേ, ദൈവം ഇടപെടുമ്പോൾ ദൈവത്തോട് തിരിച്ച് ഈ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഈ കണ്ണിന്റെ കാഴ്ച ഇല്ലാതിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് അറിവുള്ള മനുഷ്യൻ പറയുകയാണ്, ഇന്നലകളിൽ അവൻ അങ്ങനെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണേ, ഒരു വീട്ടിൽ ഇപ്പോൾ അതെ കാഴ്ചയില്ലാതെ ഇരിക്കുകയാ. 3 ദിവസം കാഴ്ചയില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല. ഒരിക്കൽ മറ്റുള്ളവരെ പിടിച്ചുകൊണ്ടുപോയ കൈകൾ ഇപ്പോൾ മറ്റുള്ളവരുടെ സഹായം തേടുകയാണ്. അഹങ്കാരം തകർന്നാൽ മാത്രമേ ദൈവം മനുഷ്യനെ പണിയാൻ തുടങ്ങൂ. ദൈവം അനന്യാസിനെ വിളിച്ചു. അപ്പോൾ കർത്താവ് ഒരു ശിഷ്യനോട് സംസാരിച്ചു. അനന്യാസ് അവൻ മറുപടി പറഞ്ഞു, കർത്താവേ, ഇതാ ഞാൻ. എത്ര മനോഹരമായ മറുപടിയാണ്. ദൈവം ഇന്നും ചോദിക്കുന്നു, ആരാണ് എന്റെ വേലയ്ക്ക് പോകുന്നത്? ഹല്ലേലൂയ. ഇതാ ദൈവം ദൈവത്തിന്റെ ദൗത്യവുമായി ഒരു മനുഷ്യനെ അനന്യാസ് എന്ന പേരുള്ള മനുഷ്യനെ അത് കാഴ്ച നഷ്ടപ്പെട്ട് 3 ദിവസവുമായി അത് വെള്ളമില്ല, വെളിച്ചമില്ല, ആഹാരമില്ല. ഇരിക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് അതേ ചെല്ലുക. ദൈവം അനന്യാസിലൂടെ അതേ ആ ശൗലിനെ സന്ദർശിക്കുകയാ. ഇന്ന് രാത്രി അനന്യാസിനെ പോലെ കർത്താവ് ചിലരെ വിളിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ വേലയ്ക്കായി, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ. കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നവന്റെ അരികിലേക്ക്, വെള്ളമില്ലാതിരിക്കുന്നവന്റെ അരികിലേക്ക്, യാത്ര ക്യാൻസലായി ഇരിക്കുന്നവന്റെ അരികിലേക്ക് പോകാൻ ആരുണ്ട്? ഹല്ലേലൂയ. അത് അനന്യാസിനെ വിളിച്ചപ്പോൾ അനന്യാസ് പറഞ്ഞു, കർത്താവേ, ഇതാ ഞാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ സമർപ്പിക്കും കർത്താവ് പറയുന്നിടത്തേക്ക് പോകുവാൻ, കർത്താവ് പറയുന്നത് ചെയ്യുവാൻ? ഹല്ലേലൂയ. എത്ര മനോഹരമായ മറുപടിയാണ്. ഹല്ലേലൂയ. ദൈവം ഇന്നും ചോദിക്കുന്നു, ആരാണ് എന്റെ വേലയ്ക്ക് പോകുന്നത്? ഹല്ലേലൂയ. അവൻ അന്വേഷിക്കുന്നത് വലിയ കഴിവുള്ളവരെയല്ല, അവൻ ലഭ്യമായ ഹൃദയങ്ങളെയാണ്. അതേ ഭയം വിശ്വാസത്തിന് തടസ്സമാകരുത്. അനന്യാസ് പറഞ്ഞു, കർത്താവേ, ഈ മനുഷ്യൻ വിശുദ്ധന്മാർക്ക് എത്രയോ ദോഷം ചെയ്തുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നാമും പലരെ കുറിച്ച് പലതും കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതേ ഈ ശൗലിനെ കുറിച്ച് കേട്ട കേൾവി എന്നതാ? അതേ യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെ വീടാന്തരം കയറി കൊന്നു മുടിക്കുന്ന അനുഭവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അനന്യാസിന് ഭയമായി. അവന്റെ ഭയം സ്വാഭാവികമായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, പോകുക. ഹല്ലേലൂയ. അവൻ എന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. ഹല്ലേലൂയ. അനാദികാലങ്ങൾക്കപ്പുറം, ലോകസ്ഥാപനത്തിന് മുന്നമേ ശൗലിനെ ദൈവം കണ്ടിരുന്നു. എന്നാൽ ദൈവം കണ്ടിരുന്ന വേലയ്ക്ക് അവൻ പുറപ്പെടാതെ, അവന്റെ പ്രൗഢി കൊണ്ട്, അവന്റെ അഹങ്കാരം കൊണ്ട്, അവന്റെ ബുദ്ധി കൊണ്ട്, അവന്റെ കഴിവ് കൊണ്ട് മത തീവ്രവാദത്തിനകത്ത് മതഭ്രാന്തനായി അവന്റെ നല്ല പ്രായം ഓടിക്കൊണ്ടിരിക്കുമ്പോ ആ ഓട്ടത്തിൽ
രാത്രിയിൽ ദൈവം അവനെ സന്ദർശിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്ദർശനത്തിങ്കൽ ആമേൻ അവൻ പ്രാർത്ഥനാ മനുഷ്യനായി അവൻ ഒരു റൂമിനകത്ത് ആമേൻ ഇരിക്കുകയാ. അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാ. ആഹാരമില്ല, വെള്ളമില്ല. ആമേൻ അവിടത്തേക്ക് ദൈവം ഒരുവനെ പറഞ്ഞയക്കുന്നു. അവന്റെ പേരെത്രേ? അനന്യാസ്. ഹല്ലേലൂയ. ആമേൻ. ഈ അനന്യാസ് ആമേൻ ഈ ശൗലിനെ കുറിച്ച് ആമേൻ കേട്ടപ്പോൾ ഭയമുളവായി. എന്നാൽ ആ ഭയത്തെ പുറത്താക്കി ആമേൻ അവൻ മുൻപോട്ട് പോകുവാൻ അത് സമർപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ അവന്റെ ബുദ്ധി ആമേൻ അവന്റെ ചിന്ത അവന്റെ ആമേൻ നാവ് ആമേൻ ചലിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ആമേൻ അവനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അവൻ വിശുദ്ധന്മാർക്ക് ദോഷം ചെയ്യുന്നവനാ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ആമേൻ. കർത്താവ് പറഞ്ഞു, അവൻ നീ സമയം കളയാതെ വേഗം മുമ്പോട്ട് പോകുക. അവൻ എന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. ദൈവം ശൗലിനെ കണ്ടപ്പോൾ അവന്റെ ഇന്നലെ അല്ല കണ്ടത്, അവന്റെ നാളെയാണ് കണ്ടത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ ഭാവിയെ ആമേൻ നിർണയിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ കൃപയാണ് നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഒരു സ്പർശം, ആമേൻ, ഒരു നിമിഷം കൊണ്ട് ഒരു പുതിയ ജീവിതം. ഹല്ലേലൂയ. അതേ ശൗൽ പൗലോസ് ആയി ആമേൻ രൂപാന്തരപ്പെടത്തക്ക വിധത്തിൽ അവന്റെ യാത്രയിൽ അവനെ സന്ദർശിച്ച ദൈവം ഇന്ന് രാത്രിയിലും ചിലരെ സന്ദർശിക്കുന്ന രാത്രിയാണ്. നിന്റെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്ന ആമേൻ ദൈവം കണ്ടിരിക്കുന്ന ആ വേലയിലേക്ക് ആമേൻ നിന്നെ തിരിക്കുന്ന ആമേൻ ദൈവത്തിനു വേണ്ടി അത് പ്രയോജനപ്പെടുന്ന നിലവാരത്തിലേക്ക് നിന്നെ ഉയർത്തുന്ന ആമേൻ ഒരു രാത്രിയാ ഇന്ന് രാത്രി. അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. ദൈവം കണ്ട നിന്റെ തലമുറ ഒരുപക്ഷേ ഇന്നലകളിൽ ശൗല് പോയതുപോലെ ആയിരിക്കാം ഇന്ന് ആയിരിക്കുന്നത്. ഇന്നലെ ശൗല് ആമേൻ ദൈവസഭയ്ക്കെതിരെ യേശുവിനെതിരെ ആമേൻ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുന്ന അനുഭവമായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ അവനെ സന്ദർശിക്കുവാൻ ഒരു അനന്യാസിനെ ദൈവം അയച്ചതുപോലെ ആമേൻ നിന്റെ തലമുറയെ തിരിക്കുവാൻ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ആമേൻ ഇന്ന് രാത്രി ചിലരെ ഉപയോഗിക്കുക. ആമേൻ. പരിശുദ്ധാത്മാവ് ആമേൻ നിന്റെ തലമുറയെ തൊടു. ആമേൻ നിന്റെ ജീവിത പങ്കാളിയെ തൊടു. ആമേൻ നിന്റെ മാതാവിനെ തൊടു, നിന്റെ പിതാവിനെ തൊടു, നിന്റെ ദേശത്തെ തൊടു, നിന്റെ രാജ്യത്തെ തൊടു, നിന്റെ പട്ടണത്തെ തൊടു. ആമേൻ. ദൈവം ആമേൻ തൊട്ട് കഴിഞ്ഞാൽ ചരിത്രം മാറും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഈ കരങ്ങൾ പഠിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അനന്യാസ് ശൗലിന്റെ അടുത്തെത്തി. ഹല്ലേലൂയ. അവനെ കുറ്റപ്പെടുത്തിയില്ല, അവനെ അപമാനിച്ചില്ല, മറിച്ച് സ്നേഹത്തോടെ വിളിച്ച് ആ സഹോദരനായ ശൗലേ, ഇന്നലെ ശത്രുവായിരുന്ന മനുഷ്യനെ ഇന്ന് സഹോദരൻ എന്ന് വിളിക്കുന്നു. ആമേൻ. ഇതാണ് സുവിശേഷത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ആമേൻ. കുരിശ് ശത്രുക്കളെ സഹോദരങ്ങളാക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. വൈരത്തെ സ്നേഹമാക്കുന്നു, ഭാവിയെ വിശുദ്ധനാക്കുന്നു. ആമേൻ. കാഴ്ച തിരികെ ലഭിച്ചു. ആമേൻ. അനന്യാസ് കൈവച്ച് പ്രാർത്ഥിച്ചു. ഉടനെ ശൗലിന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെയുള്ളത് വീണു. ഹല്ലേലൂയ. അവന് കാഴ്ച ലഭിച്ചു. എന്നാൽ അതിലും വലിയ അത്ഭുതം എന്താ അറിയാമോ? ഹല്ലേലൂയ. സംഭവിച്ചത് അവന്റെ ആത്മീയ കണ്ണുകൾ തുറന്നു. ഹല്ലേലൂയ. അവൻ ഇതുവരെ അവൻ യേശുവിനെ ശത്രുവായി കണ്ടു, ഇപ്പോൾ അവൻ യേശുവിനെ കർത്താവായി കാണുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ പള്ളിയിൽ പോകുന്നവരായിരിക്കാം, മതഭക്തി ഉള്ളവരായിരിക്കാം, ഉപവസിക്കുന്നവരായിരിക്കാം, ആമേൻ അതേ പള്ളി പണിയുന്നവരായിരിക്കാം, ആമേൻ അതേ സുവിശേഷ ഗർഭത്തിന്റെ ഭാഗവാക്കായിരിക്കാം, ആമേൻ ശൗലിനെ പോലെ ഏറിയ കാലം ആമേൻ ദൈവത്തിനു വേണ്ടി ഓടിയ വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ അതേ ചില ആമേൻ അതേ കണ്ണുകളെ കുരുട്ട് കണ്ണുകളെ തുറക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനം പറയുന്നു. ഹല്ലേലൂയ. ശൗൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ അവന്റെ സംസാരം മാറും, അവന്റെ ചിന്ത മാറും, അവന്റെ ആഗ്രഹങ്ങൾ മാറും, അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം മാറും. അവൻ ഇന്ന് സഭയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഹല്ലേലൂയ പുതിയ പരിപാടികളല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. പരിശുദ്ധാത്മാവ് ഉള്ളെടുത്ത്
പാപത്തിന്മേൽ ജയമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഭയത്തിന് പകരം ധൈര്യമുണ്ട്, നിരാശയ്ക്ക് പകരം പ്രത്യാശയുണ്ട്. യഥാർത്ഥ മാനസാന്തരം ശൗൽ കരഞ്ഞത് കൊണ്ടല്ല അവൻ മാറിയത്, അവന്റെ ജീവിതം മാറിയത് കൊണ്ടാണ്. അവൻ മാറിയെന്ന് ലോകം മനസ്സിലാക്കിയത്. യഥാർത്ഥ മാനസാന്തരം കണ്ണീരിൽ ആരംഭിക്കാം, പക്ഷെ അത് ജീവിതത്തിലെ മാറ്റത്തിൽ പ്രകടമാകണം. ഹല്ലേലൂയ. ക്രിസ്തുവിനെ സ്വീകരിച്ചവന്റെ ഭാഷ മാറും, ആമേൻ. സ്വഭാവം മാറും, ബന്ധങ്ങൾ മാറും. ഹല്ലേലൂയ. മുൻഗണനകൾ മാറും. ആത്മീയ ആഹ്വാനം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ ചിലരെ വിളിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് കർത്താവ് നിങ്ങളെയും വിളിക്കുന്നു. നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭൂതകാലത്തേക്കാൾ വലിയതാണ് അവന്റെ കൃപ, നിങ്ങളുടെ പാപത്തേക്കാൾ ശക്തമാണ് അവന്റെ രക്തം, നിങ്ങളുടെ ബലഹീനതയേക്കാൾ മഹത്വമാണ് അവന്റെ ശക്തി. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയൂ, കർത്താവായ യേശുവേ, എന്റെ ആത്മീയ കണ്ണുകൾ തുറക്കണമേ, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, എന്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ, അങ്ങയുടെ ഇഷ്ടത്തിനുള്ള പാത്രമായി എന്നെ മാറ്റണമേ. ഹല്ലേലൂയ. ഒരു നിമിഷം ആമേൻ ശാന്തമായി കർത്താവിനോട് പറഞ്ഞാണ്. ഹല്ലേലൂയ. എന്നെ ഒന്ന് ചേഞ്ച് ആക്കണമേ, എന്നെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 20-22 വാക്യം വേഗം വായിച്ചാൽ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി ആമേൻ. ഹല്ലേലൂയ. 9:20-22. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. ആമേൻ. കേട്ടവർ എല്ലാവരും വിസ്മയിച്ചു. യെരൂശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചു കെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുവാനല്ലോ. നോക്കണമേ, ക്രിസ്തുവിനെ കണ്ട മനുഷ്യൻ ലോകത്തെ മാറ്റുവാൻ പുറപ്പെട്ടു. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ മൗനമായിരിക്കുവാൻ കഴിയത്തില്ലെന്ന്. ക്രിസ്തുവിനെ യഥാർത്ഥമായി ജീവിതത്തിൽ രുചിച്ചറിഞ്ഞവർക്ക് മൗനമായിരിക്കുവാൻ സാധ്യമല്ല. പ്രിയ ദൈവമക്കളെ, അനന്യാസിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആമേൻ അതെ ശൗലിന് കാഴ്ച ലഭിച്ചു. അവൻ പരിശുദ്ധാത്മാവിനാൽ അവൻ നിറഞ്ഞു, സ്നാനം സ്വീകരിച്ചു. എന്നിട്ട് എന്താണ് ചെയ്തത്? അവൻ വിശ്രമിക്കാൻ പോയില്ല. ഇന്ന് രാത്രി അവൻ ചിലരുടെ മേൽ അതേ പരിശുദ്ധാത്മാവ് ഇറങ്ങി അവരുടെ സ്ഥിതിഗതികളെ മാറ്റും, അവരുടെ പിന്മാറ്റത്തെ മാറ്റും, അവരുടെ ഇന്നലകളിലെ സ്വഭാവത്തെ മാറ്റും. അവൻ അതേ അനന്യാസ് അവൻ അതേ ശൗലിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മേൽ അതേ പരിശുദ്ധാത്മാവ് വന്ന് അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവൻ പാപബോധം ഉള്ളവനായി അവൻ പാപത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് അവൻ സ്നാനം സ്വീകരിച്ച് എന്നിട്ട് അവൻ വിശ്രമിക്കാൻ പോയില്ല. അവൻ തന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയില്ല. വചനം പറയുന്നു, ഉടനെ അവൻ പള്ളിയിൽ യേശുവിനെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. അവന്റെ സ്വഭാവം മാറും, അവന്റെ ചിന്ത മാറും, അവന്റെ ഭാവം മാറും. ഇന്നലകളിൽ ക്രിസ്തുവിനെതിരായവൻ ഇന്ന് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുകയാണ്. ഇന്നലകളിൽ പള്ളികളിൽ കയറി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ കൊന്നുമുടിച്ചെങ്കിൽ ഇന്ന് പട്ടണം തോറും നടന്ന് ക്രിസ്തുവിനെ പ്രസംഗിച്ച ദൈവസഭയിലേക്ക് ആളുകളെ ചേർക്കുകയാ. ഹല്ലേലൂയ. ഉടനെ അവൻ പള്ളികളിൽ യേശുവിനെ പ്രസംഗിച്ചു. ഇതാണ് യഥാർത്ഥ മാനസാന്തരത്തിന്റെ തെളിവ്. അവൻ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അറിയുന്ന ഒരാൾക്ക് അവനെ കുറിച്ച് മിണ്ടാതിരിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ശത്രുവിൽ നിന്ന് സുവിശേഷ പ്രഘോഷണനാക്കി. ഹല്ലേലൂയ. നോക്കണമേ, അതെ ഇന്നലകളിൽ ശത്രുവായിരുന്നവർ ഇന്ന് സുവിശേഷ പ്രഘോഷകനിലേക്ക്. ഇന്നലെ വരെ ശൗലിന്റെ പേർ കേട്ടാൽ വിശ്വാസികൾ ഭയന്നിരുന്നു. എന്ന് ഇത് ശൗൽ യേശുവിനെ കുറിച്ച് ധൈര്യത്തോടെ സാക്ഷ്യം പറയുന്നു. ഇത് മനുഷ്യ ശക്തി കൊണ്ട് ഉള്ള മാറ്റമല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഹല്ലേലൂയ. ഇന്നും അതേ കർത്താവ് മനുഷ്യരെ മാറ്റുന്നു. ഇന്ന് രാത്രിയിലും
ആ ആത്മാവിന്റെ സാന്നിധ്യം ആമേൻ ചില ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. ആമേൻ ചിലരെ അനന്യാസിനെ പോലെ ആമേൻ അതെ തകർന്നിരിക്കുന്നവരെ, കാഴ്ച നഷ്ടപ്പെട്ടവരെ ആമേൻ എഴുന്നേൽപ്പിക്കുവാൻ, ആമേൻ ശുശ്രൂഷയിലേക്ക് ആമേൻ കൈപിടിച്ച് ഉയർത്തുവാൻ ആമേൻ ചില അനന്യാസമാരെ ഇന്ന് രാത്രി കർത്താവ് വിളിക്കുകയാ. നോ പറഞ്ഞിരിക്കാതെ ആമേൻ ഹല്ലേലൂയ അവന്റെ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആമേൻ ചില ഭവനങ്ങളിലേക്ക് ഹല്ലേലൂയ ചില പട്ടണങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുവാനിടയാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഓ നന്ദി കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് ഇന്നും മനുഷ്യരെ മാറ്റുന്നു. ഹല്ലേലൂയ. അതേ മദ്യാസക്തനെ സാക്ഷിയാക്കുന്നു, നിരാശയിൽ കഴിയുന്നവനെ പ്രത്യാശയുടെ ദൂതനാക്കുന്നു, തകർന്ന കുടുംബത്തെ അനുഗ്രഹത്തിന്റെ സാക്ഷിയാക്കുന്നു. ആമേൻ. ശൗലിനെ പൗലോസാക്കിയ കൃപ ഇന്നും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഭൂതകാലമല്ല, അവൻ ഭാവിയാണ്. ആമേൻ അത് കാണുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ജനങ്ങൾ ശൗലിന്റെ ഭൂതകാലം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജനങ്ങൾ ശൗലിന്റെ ഭൂതകാലം ഓർത്തു, ദൈവം അവന്റെ ഭാവി കണ്ടു. മനുഷ്യൻ പറഞ്ഞു ഇവനെ വിശ്വസിക്കാൻ കഴിയില്ല. ദൈവം പറഞ്ഞു ഇവൻ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ ലൈവ് കാണുന്ന ചിലർ ചിന്തിക്കുന്നുണ്ടാകാം, എന്റെ ജീവിതം ആമേൻ പാഴായി, ഞാൻ വളരെ അകന്നുപോയി. എന്നാൽ യേശു പറയുന്നു എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. ക്രൂശിലെ രക്തം ഇന്നും ശുദ്ധീകരിക്കുന്നു, അവന്റെ ക്ഷമ ഇന്നും പൂർണ്ണമാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കാണുന്ന ജീവിതം മറ്റുള്ളവരെയും ക്രിസ്തുവിലേക്ക് നയിക്കും. അവൻ ശൗൽ രക്ഷിക്കപ്പെട്ടത് തന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാനാണ്. ദൈവം നിങ്ങളെയും അതേ ലക്ഷ്യത്തോടെയാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ, ജോലി സ്ഥലത്ത്, സുഹൃത്തുക്കളുടെ ഇടയിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ സാക്ഷിയാകണം. ആമേൻ. നമ്മുടെ ജീവിതം ആമേൻ പറയണം യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. അതേ പുതിയ തലമുറയെ ഇന്ന് രാത്രി ആമേൻ അതേ പരിശുദ്ധാത്മാവ് അതെ ഇടപെടുകയാണ്. ഹല്ലേലൂയ. പ്രിയ യുവജനങ്ങളെ, ഈ കാലഘട്ടത്തിന് ദൈവം അന്വേഷിക്കുന്നത് പ്രശസ്തരെയല്ല, വിശുദ്ധരെയാണ് അവൻ അന്വേഷിക്കുന്നത്. ജനപ്രീതിയല്ല, സമർപ്പണമാണ് അവൻ അന്വേഷിക്കുന്നത്. കഴിവ് മാത്രമല്ല, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഹൃദയങ്ങളെയാണ്. നിങ്ങളുടെ യൗവനം യേശുവിന് സമർപ്പിക്കൂ. ആമേൻ. ദൈവം നിങ്ങളിലൂടെ തലമുറകളെ സ്പർശിക്കൂ. രക്ഷയിലേക്കുള്ള ആമേൻ അതേ ഹൃദയ സ്പർശനമായ ആഹ്വാനം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ ചിലരെ വിളിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ രാത്രി യേശു നിങ്ങളെ വിളിക്കുന്നു. അവൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വന്നതല്ല, രക്ഷിക്കാനാണ് വന്നത്. നിങ്ങളുടെ പാപം എത്ര വലിയതായാലും അവന്റെ കൃപ അതിലും വലിയതാണ്. അവന്റെ അടുക്കലേക്ക് വരൂ, അവനെ കർത്താവും രക്ഷകനായും സ്വീകരിക്കൂ. ഇന്ന് പുതിയ ഒരു ജീവിതം ആരംഭിക്കാം. ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, തകർന്ന ജീവിതങ്ങളിൽ പുതിയ തുടക്കമുണ്ടാകും. ആത്മീയ അന്ധത മാറും, പാപത്തിന്റെ ചങ്ങലകൾ പൊട്ടിപ്പോകും. പരിശുദ്ധാത്മാവിന്റെ അഗ്നി അനേകരെ നിറയ്ക്കും. പിന്മാറി പോയവർ മടങ്ങി വരും. യെസ്. കുടുംബങ്ങളിൽ വീണ്ടും പ്രാർത്ഥന ഉയരും. യുവജനങ്ങളിൽ സുവിശേഷത്തിനായുള്ള തീജ്വലിക്കും. ആമേൻ. ദൈവം ഈ തലമുറയിൽ പൗലോസുമാരെ എഴുന്നേൽപ്പിക്കുക. നിങ്ങളുടെ ജീവിതം ഇനി പഴയതുപോലെ ആയിരിക്കുകയില്ല. ക്രിസ്തുവിന്റെ കൃപ നിങ്ങളെ പുതിയ സൃഷ്ടിയാകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില കണ്ണുകൾ തുറക്കപ്പെടും. യെസ്. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ പറഞ്ഞാട്ട്. ആമേൻ. ചില ഹൃദയങ്ങൾ യേശുവിനെ ആമേൻ ഹല്ലേലൂയ സമർപ്പിക്കപ്പെടും. ചില കുടുംബങ്ങളിൽ രക്ഷയുടെ സന്തോഷം പ്രവേശിക്കും. ചില യുവജനങ്ങൾ ദൈവ വിളി സ്വീകരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ കുറിച്ച് ക്രിസ്തുവിന്റെ ജീവനുള്ള സാക്ഷികളാക്കും. ഹല്ലേലൂയ. ശൗലിനെ പൗലോസാക്കിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും ജീവിതങ്ങൾ മാറ്റുന്നു. അവൻ ഇന്നും രക്ഷിക്കുന്നു. അവൻ ഇന്നും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നു. ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട് എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധന്റെ നിത്യന്റെ നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയിൽ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം
ഞങ്ങളുടെ കാതുകളിൽ കേൾക്കുവാൻ ഇടയാക്കിയതിനായി നന്ദി. അങ്ങയുടെ ജീവിക്കുന്ന വചനത്തിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ദമസ്കോസിലേക്കുള്ള വഴിയിൽ ശൗലിനെ കണ്ടുമുട്ടിയ അതേ കർത്താവായ യേശു ക്രിസ്തു ഈ ലൈവിൽ പങ്കെടുത്ത ഓരോ ഹൃദയത്തെയും ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. ആത്മീയ അന്ധതയിൽ കഴിയുന്നവരുടെ കണ്ണുകൾ തുറക്കണമേ. പാപഭാരത്താൽ തളർന്നിരിക്കുന്നവരുടെ ബന്ധനങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. കുറ്റബോധത്താൽ അങ്ങയിൽ നിന്ന് അകന്നു പോയവർ അങ്ങയുടെ കൃപയിലേക്ക് മടങ്ങി വരട്ടെ. യേശുവിനെ ഇതുവരെ കർത്താവായും രക്ഷകനായും സ്വീകരിക്കാത്തവർ ഇന്ന് അങ്ങയുടെ സ്നേഹം അനുഭവിച്ച് മാനസാന്തരപ്പെടുവാൻ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ, ഓരോ ഹൃദയത്തിനും ഇറങ്ങി വരണമേ. തണുത്തുപോയ ആത്മീയ ജീവിതങ്ങളിൽ വീണ്ടും അഗ്നി ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥന മുടങ്ങിയ വീടുകളിൽ വീണ്ടും പ്രാർത്ഥന ഉയരട്ടെ. വചനം മറന്ന ഹൃദയങ്ങളിൽ വീണ്ടും വചന ദാഹമുണ്ടാകട്ടെ. വചന ദാഹം ജനിക്കുന്ന കർത്താവേ, കർത്താവേ, ഈ രാത്രിയിൽ ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, തകർന്ന ജീവിതങ്ങൾക്ക് പുതിയ ആരംഭമുണ്ടാകും. അടഞ്ഞ വാതിലുകളെക്കാൾ വലിയതാണ് അങ്ങയുടെ പദ്ധതി. കണ്ണീരോടെ വിതച്ചവർ സന്തോഷത്തോടെ കൊയ്യും. നിരാശ ആയവർ പ്രത്യാശയെ കണ്ടെത്തും. രോഗത്താൽ വേദനിക്കുന്നവർ അങ്ങയുടെ സൗഖ്യ സ്പർശം അനുഭവിക്കും. ഭയത്താൽ ബന്ധിക്കപ്പെട്ടവർ അങ്ങയുടെ സമാധാനത്തിൽ നടക്കും. കർത്താവേ, ശൗലിനെ പൗലോസാക്കിയതുപോലെ ഇന്ന് അനേകരുടെ ജീവിതവും അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. സുവിശേഷത്തിനായി ജീവിക്കുന്ന ഒരു പുതിയ തലമുറയെ കേരളത്തിൽ എഴുന്നേൽപ്പിക്കണമേ. ഇന്ത്യയിൽ എഴുന്നേൽപ്പിക്കണമേ. കേരളത്തിന്റെ 14 ജില്ലകളിലും എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളായിരിക്കുന്ന വാർഡുകളിൽ, പഞ്ചായത്തുകളിൽ, താലൂക്കുകളിൽ എഴുന്നേൽപ്പിക്കണമേ. ലോകത്തെ പിന്തുടരാതെ യേശു ക്രിസ്തുവിനെ പിന്തുടരുന്ന തലമുറകൾ എഴുന്നേൽക്കട്ടെ. ഈ ലൈവ് കണ്ട ഒരാളും വെറുതെ മടങ്ങിപ്പോകരുത്. ഓരോരുത്തരും അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സ്പർശമായി മടങ്ങട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങയുടെ സമാധാനത്തിൽ ഉറച്ചു നിൽക്കട്ടെ. ഞങ്ങളുടെ ജീവിതം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ജീവനുള്ള സാക്ഷ്യമായി മാറട്ടെ. എല്ലാ മഹത്വവും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന് മാത്രം. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ചിലർ അനന്യാസന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരുങ്ങിക്കൊള്ളുക ചില യാത്രയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. അത് ശുശ്രൂഷയുടെ പുതിയ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ തുറന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ശൗലിനെ പോലായിരുന്ന ചില ജീവിതങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊട്ടിട്ടുണ്ട്. അവർ അതേ പൗലോസായി ദൈവസഭകൾ സ്ഥാപിക്കപ്പെടുവാൻ പോകുകയാണ്. അനേകരെ ക്രിസ്തുവിലേക്ക് തിരിക്കുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി അങ്ങനെ ഒരു ആത്മമണ്ഡലം അത് തുറന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോർജ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. See you again. Praise God. പരിശുദ്ധാത്മാവേ, എന്നെ നിറയ്ക്കണേ. യേശുവേ, എന്നെ മാറ്റിടണേ. ഇരുളിൽ ഞാൻ നടന്നിടുമ്പോൾ വെളിച്ചമായി വന്നവനേ, തകർന്നെന്നെ ചേർത്തിടുവാൻ
കുരിശിൻ സ്നേഹം ചൊരിഞ്ഞവനേ, ശൗലിനെ പൗലോസാക്കിയതേ കൃപയുമേ. എൻ കണ്ണുകൾ തുറന്നിടണേ, നിൻ തിരുമുഖം കണ്ടിടുവാൻ എൻ ഹൃദയം ശുദ്ധമാക്കി നിൻ വഴിയിൽ നടന്നിടുവാൻ. പരിശുദ്ധാത്മാവേ വരണമേ, എൻ ജീവിതം നിറച്ചിടണമേ. നിൻ വിശുദ്ധാഗ്നി ജ്വലിക്കട്ടെ, ക്രിസ്തു എൻ വെളിപ്പെടട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാരംഭത്തിൽ ഇലക്ട്രിസിറ്റിയുടേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി എന്ന് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഇത് കാണുവാൻ കഴിയുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ആമേൻ. നാളെ പ്രഭാതത്തിൽ അത് ക്ലിയറായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകും എന്ന് വിശ്വസിക്കുന്നു. നാളെ രാവിലെ 6:30 നമുക്ക് ഒരുമിച്ച് ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഗോഡ് ബ്ലെസ് യു. മാറാ നാഥ എബനേസറായി കർത്താവ് കൂടെ ഇരിക്കട്ടെ.